നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിലോട്ട് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് സംഘർഷമുണ്ടായത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. 7 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. അവസാനം പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റിയത്. തിരുവനന്തപുരത്ത് സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയ സംഭവത്തെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. എല്ലാവർക്കും കാറിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നും നടന്നുപോയാൽ പോരെ എന്നുമാണ് വിജയരാഘവൻ ന്യായീകരിച്ചത്. തൃശൂർ കേച്ചേരിയിൽ കുന്നംകുളം ഏരിയ സമ്മേളനത്തിലാണ് വിജയരാഘവന്റെ ഈ വിചിത്ര പരാമർശം. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. നിലവിലെ ചട്ടങ്ങൾ പാലിച്ച് പൂരം നടത്താൻ ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ശൂന്യതയിൽ നിന്നും ഉത്തരവിറക്കാൻ ആവില്ലെന്നും വ്യക്തമാക്കി. ആന എഴുന്നള്ളിപ്പിനുള്ള നിയന്ത്രണം റദ്ദാക്കണമെന്ന് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ നടപടി. AI ക്യാമറകൾ ഇനിയും വരും. സംസ്ഥാനത്ത് അപകടങ്ങളും ഗതാഗത നിയമലംഘനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ADGP മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമായത്. അമ്മവേഷങ്ങളുടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ താരം മീന ഗണേഷ് വിടവാങ്ങി. 81 വയസ്സായിരുന്നു. ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 1:20 മരണം സംഭവിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ച മീന 1976 മുതൽ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു. മുംബൈ ബോട്ട് അപകടത്തിൽ കാണാതായ മലയാളി കുടുംബത്തെ കണ്ടെത്തി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 6 വയസ്സുകാരനെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. പത്തനംതിട്ട സ്വദേശികളായ മാത്യു ജോർജ്, നിഷ മാത്യു ജോർജ് എന്നിവരാണ് കാണാതായത്. കഴിഞ്ഞ ദിവസമാണ് ബോട്ട് അപകടം ഉണ്ടാകുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപം മുംബൈ തീരത്ത് യാത്രാ ബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 13 പേരാണ് മരണപ്പെട്ടത്. അമ്മയുടെ മൃതദേഹം രഹസ്യമായി കുഴിച്ചിടാൻ ശ്രമിച്ച മകൻ പോലീസിന്റെ പിടിയിലായി. എറണാകുളം വെണ്ണലയിലാണ് സംഭവം നടക്കുന്നത്. 72 വയസ്സുള്ള വെണ്ണല സ്വദേശി അല്ലിയാണ് മരണപ്പെട്ടത്. പുലർച്ചെയാണ് ഇയാൾ അമ്മയുടെ മൃതദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിടുന്നത്. ഇത് കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ചോദ്യം ചെയ്തപ്പോൾ അമ്മ മരിച്ചു, ഞാൻ കുഴിച്ചിട്ടു എന്നാണ് ഇയാൾ മറുപടി നൽകിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ ഇന്ന് രാവിലെ അംഗൻവാടിയുടെ മേൽക്കൂര തകർന്നു വീണു. കണ്ടനാട് JBS LP സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. കുഞ്ഞുങ്ങൾ എത്തുന്നതിന് അല്പം മുൻപാണ് മേൽക്കൂര തകർന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ വൻ ദുരന്തമാണ് ഒഴിവായത്. 100 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് അംഗൻവാടിയെ ഉപയോഗിച്ചു വന്നത്. BJP MPയെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ച് രാഹുൽ ഗാന്ധി. അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റ് വളപ്പിൽ നടന്ന പ്രതിഷേധത്തിലാണ് രാഹുൽ ഗാന്ധി MPയെ പിടിച്ചു തള്ളിയത്. ഇടത് കണ്ണിന് പരിക്കേറ്റ പ്രതാപ് ചന്ദ്ര സാരംഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താൻ ഗോവണിക്ക് സമീപം നിൽക്കുമ്പോൾ പ്രതിഷേധ മാർച്ചിനിടെ രാഹുൽ ഗാന്ധി ഒരു MPയെ പിടിച്ചു തള്ളിയെന്നും അദ്ദേഹം വന്ന് തന്റെ പുറത്താണ് വീണതെന്നും പ്രതാപ് ചന്ദ്ര വ്യക്തമാക്കി. കോൺഗ്രസ് ഓഫീസിൽ അബോധാവസ്ഥയിൽ കണ്ട യുവാവ് മരണപ്പെട്ടു. കൊലപാതകമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഗോരഖ്പൂരിൽ നിന്ന് ലക്നൌവിലെത്തിയ പ്രഭാത് പാണ്ഡെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. കോൺഗ്രസ് ഓഫീസിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ആളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.